എന്റെ അമ്മേ. രാഘവ, അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ? ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ദേ ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് 4 വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ. അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി? ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. രാഘവോ, കൽക്കട്ടയിന്ന് ശാരദാമ്മയൊക്കെ ഏത് നിമിഷവും കേറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി. നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ദേ ഞാൻ കൂലി തരില്ല. രാഘവോ, ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ. രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ. അയ്യോ, കൊടയോ? ആ, മാടമ്പിള്ളി പോയി ലേശം താമസിച്ചു. ആ നടക്കട്ടെ നടക്കട്ടെ. ഉണ്ണിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. ആ എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? ഹായ്, പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ടൊരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. താ അത്രയല്ലേ ഉള്ളൂ? താക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങും. നിർത്ത്, താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലു. അതേലോ, താക്കോലെടുക്കാ. പിന്നെ ഉണ്ണിത്താൻ എന്താ താക്കോൽ എടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല, അത്ര തന്നെ. ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല. മാടമ്പിള്ളിയിലെ മേട പൂട്ടിയിട്ട് താക്കോൽ എടുക്കാൻ മറന്നിരിക്കണു. ആരാ? ആ, ഉണ്ണിത്താൻ ചേട്ടനോ? താനിപ്പ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. താനെടുത്തോ? ഇല്ല, താൻ എങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നോ? അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. ആ എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് അങ്ങോട്ടേക്ക്. തനിക്ക് ഈ രാത്രിയില് അത്രയിടം വരാൻ ഭയമൊന്നുമില്ലല്ലോ? കൊള്ളാം, എനിക്കോ നല്ല കാര്യമായി. ചേട്ടന് ഭയമുണ്ടോ? ഹേയ്, നാളെ എടുത്താ മതി എന്ന് വിചാരിച്ചതാ. പക്ഷെ കിടന്നോ അത് ഈ ചൂടിന്റെയാ സംഗതി. ഞാനിപ്പോ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിൽ കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ. പാതാളക്കാരന്റെയാ? എന്തിന്? അല്ല വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല, മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിൽ ഇറങ്ങണേ? മാടമ്പിള്ളിയിലെ താക്കോല്? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി. നിനക്ക് എന്താ ദാസപ്പൻകുട്ടി? സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക. തൊട്ടിയേ, നിങ്ങൾ നടക്കണേ ദാസപ്പൻകുട്ടി. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നേ? നിനക്ക് പറയുന്നത് മനസ്സിലായില്ലേ? മാടമ്പിള്ളിയിലോട്ട്. അയ്യോ, ഈ രാത്രിയിലോ? തൊട്ടി എടുക്കാനെന്നല്ലേ ഞാൻ വിചാരിച്ചേ. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട. ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞത്? ദാസപ്പൻകുട്ടി, എന്താ നിന്റെ നാള്? വെള്ളിയാഴ്ച. അതാ നിന്റെ നാള്? ഒന്ന് മിണ്ടാടക്ക്, വല്ലാത്ത മുഴക്കം. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഞാൻ ആരാ
തുറന്നത്? താക്കോലുണ്ട്. ദാസപ്പാരാ എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണ്ണിതാൻ ചേട്ടനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്? ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ശന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. വിശക്കുന്നു. എന്താ എന്താ പറ്റി? പാത്ര ചേച്ചി, പാത്ര ചേച്ചി. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? ഉണ്ണിത്താൻ ചേട്ടൻ ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? എന്നോടോ? ആ, ഇല്ലല്ലോ. എന്താ ദാസപ്പാ? ഛേ, അപ്പൊ ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ? അയ്യോ, അസുഖവോ? എന്താ? എന്തു പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങി പോയതാണല്ലോ രാവിലെ. ആ, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാനക്കിടന്നില്ല. മിണ്ടുന്നില്ലേ? ആ, എനിക്കൊന്ന് കാണണമല്ലോ. എവിടാ? വല്ല ആശുപത്രിയിലാണോ? അല്ല, കക്കൂസില. കക്കൂസിലോ? ആ, പേടിക്കാനൊന്നുമില്ല, വന്നേ. ഛോ, എന്തൊക്കെയാ ദാസപ്പാ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. ആ, പേടിയുണ്ടെങ്കി ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ? അയ്യോ അയ്യോ, എന്തൊക്കെയായി കാണിക്കുന്നേ? കണ്ടോ കണ്ടോ? അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്. ചെമ്പങ്കോട്ടെ ചേട്ടന്റെ അടുത്ത് പോയി ഞാനൊരു ചളി വെച്ചോട്ടെ. ദാസപ്പാ ഒന്ന് നോക്കിക്കോണേ. ഇവിടെ ചരടൊന്നും വേണ്ട, ചരടൊന്നും വേണ്ട. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി. വീശും ഞാൻ. പിന്നാലെ വരണ്ടോ? അയ്യോ, പിന്നെ കൂടെ വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസൂരെ? എന്താ വേണ്ടത്? എന്നാന്ന്? അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക. വിടുന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി, ശ്രീദേവി പിടിച്ചു വലിക്കരുതെന്നേ. പിടിക്കേ. നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഇതിന് തെക്കിനീന്നിറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറിയ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും
ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ. ഏ? വേണ്ട, അടുത്തു വരണ്ട. കാരണവരെ കുത്തും. കൊട എന്റെ കയ്യിലിരിക്കണേ. ഞാൻ ഇവിടുത്തെ സംബന്ധക്കാരനാ, ബാസുരയുടെ ഭർത്താവ്. എന്നോട് വേണ്ട, കളിക്കണ്ടോ. ഞാൻ പറഞ്ഞു. ദേ. അടുക്കരുത്. കാരണവരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. കൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? എന്താ എന്താ അമ്മാവാ? അമ്മാവനോ? ആരമ്മാവൻ? എവിടുത്തെ അമ്മാവൻ? അളിയോ? തമ്പിളിയോ? ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? എന്താ അമ്മാവാ? അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അമ്മാവാ അടുക്കരുത്. അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ തമ്പി അളിയോ ഒന്നിങ്ങോട്ട് വന്നേ. എന്ത് ഓടിവായോ, എന്നെ കൊല്ലുന്നേ മകനംകുട്ടി. വിടാൻ മകനംകുട്ടി ആരാണ്? എടാ നീയായിരുന്നോ? ഇതാണോ നീ പറഞ്ഞ മട്ടു കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിരുന്നോ? പൂട്ടാൻ നിന്റെ. അയ്യോ വിടുവിട്. വിടാൻ പറഞ്ഞു. അയ്യോ കുഴപ്പമൊന്നും കാണിക്കരുത്. പറയുന്നതൊക്കെ വിടാൻ പറഞ്ഞ വിട്ടു. ഞാനിപ്പോ കുഴപ്പം കാണിച്ച ഇയാള് പറയാ ഞാൻ കാരണവരാണെന്ന്. എവിടുത്തെ കാരണവർ? എന്തിന്റെ കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണെന്ന്. ഏത് ബാസുര? എവിടുത്തെ ബാസുര? എന്റെ ഭാര്യ ഇവന്റെ കുഞ്ഞപ്പ. വിട്, ഇതെന്റെ ചിറ്റപ്പന. അയ്യേ ചിറ്റപ്പന. അതെ, സംബന്ധക്കാരൻ. ഐ എം സോറി. കാരണവരെ എന്ന് വിളിച്ച് കൊടയം കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ച എന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. ആ സാരമില്ല. ഐ എം സോറി ചിറ്റപ്പ. ചിറ്റപ്പ ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. ഭ്രാന്തിന്റെ നകുലൻകുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല അന്ന് ഈ ഭ്രാന്തനോട്. അല്ല, ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്ക് കേട്ടാ. വിലോചനേ കാറ്റ